നമ്മൾ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനിലെ 4th മൊഡ്യൂളിൽ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് MDGs ആൻഡ് വിഷൻ 2015 എന്നുള്ള ഒരു ഏരിയയാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. 2000 189 രാഷ്ട്രങ്ങൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ആവിഷ്കരിക്കുന്നുണ്ട്. ദാരിദ്ര്യം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യന്മാരുടെ പുരോഗതി മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2015 കൂടി മാനവികതയുടെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടും മനുഷ്യ സമൂഹത്തിലെ ദാരിദ്ര്യം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും 2000 189 രാഷ്ട്രങ്ങൾ ചേർന്നിട്ട് ഒരു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്ന ഒരു സംഗതി സെറ്റ് ചെയ്യുന്നുണ്ട്. 2010 കൺട്രീസ് റീകമ്മിറ്റഡ് ടു ആക്സലറേറ്റ് പ്രോഗ്രസ്സിലെ ആ ഒരു ഉദ്ദേശങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് വരുന്നതാണ് കാണുന്നത്. ഇന്ത്യ അലൈൻഡ് MDGs വിത്ത് ഇറ്റ്സ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ആൻഡ് 5-year പ്ലാൻസിൽ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളിൽ ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ചില സംഗതികളും കൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആക്സലറേഷൻ ഫ്രെയിംവർക്ക് ടു സ്പീഡ് അപ്പ് പ്രോഗ്രസ് യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലുള്ള UNDP എന്ന് പറയുന്ന ഓർഗനൈസേഷന് ഈ ഒരു പരിപാടി മില്ലേനിയം ഗോൾസ് ആക്സലറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് MDG ആക്സലറേഷൻ ഫ്രെയിംവർക്ക് MAF എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? ആവിഷ്കരിക്കുന്നുണ്ട് ഈ ഒരു പരിപാടി ഉഷാറാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ഈ ഒരു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ എന്തൊക്കെയാണ് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. 8 ലക്ഷ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. ഒന്ന്, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തെയും അതോടൊപ്പം തന്നെ വിശപ്പും ഇല്ലാതെയാക്കുക എന്നുള്ളൊരു പരിപാടി. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, ആളുകൾക്കൊക്കെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ത് ചെയ്യാം? ഉറപ്പുവരുത്തുക. പ്രൊമോട്ട് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർ വുമൺ, ലിംഗസമത്വം അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം മെച്ചപ്പെടുത്തുക. റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, കുട്ടികളുടെ മരണനിരക്ക് എന്ത് ചെയ്യുക? കുറച്ച് കൊണ്ടുവരിക. ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്തിലെ മാതൃത്വ അമ്മമാരുടെ ആരോഗ്യം എന്ത് ചെയ്യുക? മെച്ചപ്പെടുത്തുക. അടുത്തത് പ്രധാനപ്പെട്ട 2 പകർച്ചവ്യാധികളായിട്ടുള്ള 2 രോഗങ്ങൾ, HIV, എയ്ഡ്സ്, മലേറിയ പോലെയുള്ള അസുഖങ്ങളെയൊക്കെ തന്നെ എന്ത് ചെയ്യുക? പരാജയപ്പെടുത്തുക. പിന്നെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സുസ്ഥിരത ഉറപ്പുവരുത്തുക. പുരോഗതിയുടെ കാര്യങ്ങളിൽ ഒരു ആഗോള സഹകരണം ഉറപ്പുവരുത്തുക. ഇങ്ങനെയുള്ള 8 ഉദ്ദേശങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അതിലൊന്നാമത്തത് സംഗതിയാണ് പോവർട്ടി, അതോടൊപ്പം തന്നെ ദാരിദ്ര്യമില്ലാതെയൊക്കെ, അതോടൊപ്പം തന്നെ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷന്, ജെൻഡർ ഇക്വാളിറ്റി, ചൈൽഡ് മോർട്ടാലിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട 8 ഉദ്ദേശങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യയുടെ ഒരു സാമൂഹിക ഘടന എന്താണ് എന്നുള്ളത്, ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത്. ഇന്ത്യയിൽ ഒരു ക്ലാസ് സ്ട്രക്ചർ നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. അറിയാലോ, ക്ലാസ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ വെൽത്ത്, ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, പവർ ആൻഡ് സ്റ്റാറ്റസിലെ. ഓക്കെ, ഈ ക്ലാസ് എന്നുള്ള ഒരു പദപ്രയോഗം അല്ലെങ്കിൽ ക്ലാസ് എന്ന രീതിയിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്ന ഒരു മാർക്സിയൻ പരിപ്രേക്ഷ്യമാണ്. കാൾ മാർക്സ് ആണ് ഈ സമൂഹത്തെ ക്ലാസ് എന്നുള്ള രീതിയിൽ വർഗീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഹാവ്സ്, ഹാവ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, സമ്പത്തുള്ളവന് സമ്പത്തില്ലാത്തവന് എന്നുള്ള രീതിയിൽ വർഗീകരണം നടത്താൻ വേണ്ടിയിട്ട് കാൾ മാർക്സ് ഉപയോഗിച്ചൊരു പദമാണ് ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് അല്ലേ. സോഷ്യൽ ഗ്രൂപ്പ് സമ്പത്തിൻ്റെ, ജോലിയുടെ, വിദ്യാഭ്യാസത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, സാമൂഹിക പദവിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് എന്ന് പറയുന്ന സംഭവം രൂപപ്പെടുന്നത്. കാൾ മാർക്സ് ആണ് ഈ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.
ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ രൂപപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസ്സുകളുണ്ട്, ജോലിയുടെ അടിസ്ഥാനത്തിലുണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്, അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. ഓക്കെ, സോ ഇന്ത്യ ഹാസ് മെനി ക്ലാസ്സസ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹാവ്സ് ഹാവ് നോട്ട്സ് എന്നുള്ള രീതിയിൽ 2 ബ്രാക്കറ്റിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസ്സുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ചുരുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ലാസ്സുകളെ കുറിച്ചിട്ട് പരിശോധിക്കുമ്പം നമുക്ക് കാണുന്നൊരു സംഗതികളാണ് അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ കേട്ടോ. ഇന്ത്യയിൽ ഒരു കാർഷിക വർഗമുണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ലാൻഡ് റവന്യൂ സിസ്റ്റം അല്ലേ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരു ഭൂനികുതി സമ്പ്രദായം പരിചയപ്പെടുത്തുന്നുണ്ട്. ജമീന്ദാരി, റേറ്റ്വാറി, മഹൽവാരി സിസ്റ്റമൊക്കെ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലൊരു അഗ്രേറിയൻ ഒരു കാർഷിക വർഗം തന്നെ രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലൊരു അഗ്രേറിയൻ ക്ലാസിൻ്റെ സ്ട്രക്ചറിൻ്റെ രൂപപ്പെടലിന് പ്രധാനമായിട്ടും കാരണമായത് ബ്രിട്ടീഷുകാരുടെ പരിഷ്കരണമാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അഗ്രേറിയൻ ക്ലാസ്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജമീന്ദാരി സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജമീന്ദാർസ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടാവും, ലാൻഡ് ലോഡ്സ് ആണല്ലേ. പിന്നെ ടെനൻസ് ഉണ്ട്, അതിൻ്റെ താഴെയുള്ള ആൾ. പിന്നെ പെസൻസ് ഉണ്ട്, കർഷകർ. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലേബേഴ്സ് ഉണ്ട്, കൃഷിത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ. അപ്പോൾ ഇത് ആണ് ഇന്ത്യയിലെ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഇന്ത്യയിൽ വേറൊരു സാധനമാണ് മിഡിൽ ക്ലാസ് കേട്ടോ. നമ്മൾ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയുമ്പം ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞ പല രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. കാൾമാക്സ് പറഞ്ഞ പോലെ ഹാവ്സ് ഹാവ് നോട്ട്സ് എന്നുള്ള 2 ബ്രാക്കറ്റിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കാർഷിക ക്ലാസ് അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ക്ലാസ് എങ്ങനെയാണ് വളർന്നു വരുന്നത് നമ്മൾ കണ്ടു. അതിൽ ബ്രിട്ടീഷുകാരുടെ റോള്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പരിഷ്കരണങ്ങളൊക്കെ നമ്മൾ അതിന് കാരണമായത് എങ്ങനെയെന്നുള്ള കണ്ടു. ഇനി അടുത്തതാണ് മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ, ഒരു മധ്യവർഗം. ഈ മധ്യവർഗം ഈ രീതിയിലൊരു ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്, AR ദേശായി എന്ന് പറയുന്ന ഹിസ്റ്റോറിയനൊക്കെ കൂടെയാണ്. അദ്ദേഹം ഇന്ത്യയുടെ മധ്യവർഗത്തെ കുറിച്ചിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്. ഒരു കാസ്റ്റ് സംവിധാനത്തിൽ നിന്ന് തന്നെയാണ്, ഒരു കാസ്റ്റ് ഘടനയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയുടെ മധ്യവർഗം രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതിൽ ബ്രിട്ടീഷുകാരുടെ ഭരണവും ഈ ഒരു മധ്യവർഗത്തെ രൂപപ്പെടുത്തുന്നതിന് എന്ത് ചെയ്തിട്ട് അങ്ങേറ്റം സഹായിച്ചിട്ടുണ്ട്. കാരണം മധ്യവർഗം രൂപപ്പെടുന്നതിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്യൂറോക്രസി, പ്രിൻറ്റിംഗ് പ്രസ്, ട്രേഡ്, ഇൻഡസ്ട്രി, ആർമി, പോലീസ്, ഇങ്ങനെയല്ലേ. അപ്പോൾ ഈ മേഖലയിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരോ ഈ മേഖലയുടെ ആനുകൂല്യം പറ്റുന്നവരോ ഒക്കെ ആയ ആളുകളാണ് ഈ മധ്യവർഗമായിട്ട് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വെറുതെ നിൽക്കുന്ന ഒരു വിഭാഗം ആയിരുന്നില്ല. അവർ പല ഇടങ്ങളിൽ, ഇന്ത്യയുടെ പല സാമൂഹിക ഇടങ്ങളിൽ ഇടപെട്ട ആളുകളാണ്. അവരെ നമുക്ക് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റുകളിൽ അവരെ നമുക്ക് കാണാൻ പറ്റും, നാഷണലിസ്റ്റ് മൂവ്മെൻറ്റുകൾ അവരെ നമുക്ക് കാണാൻ പറ്റും, റിലീജിയസ് റിഫോം മൂവ്മെൻറ്റുകൾ അവരെ നമുക്ക് കാണാൻ പറ്റും. ജനാധിപത്യ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നൊരു ഈ ക്ലാസ് ആയിരുന്നു, അറിയാലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ദേശീയതയെ രൂപപ്പെടുത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ രൂപപ്പെടുത്തുന്നതിലൊക്കെ തന്നെ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് മിഡിൽ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് അല്ലേ. നമ്മളിതിൻ്റെ കാരണങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് എമർജൻസ് ഓഫ് എ മിഡിൽ ക്ലാസ്സിൽ, ഒരു മധ്യവർഗത്തിൻ്റെ വളർച്ച എന്ന് പറയുന്ന സാധനം. പിന്നെ ഈ വിഭാഗത്തിന് എന്താണ് സംഭവിക്കുന്നത്, ഒരു ലിബറലൈസേഷൻ എന്ന് പറയുന്നത് LPGക്ക് ശേഷം, അല്ല എന്താ പറയുക, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതിന് ശേഷം ഈ വിഭാഗത്തിന് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽസ്, ഗ്രോത്ത് ഓഫ് നോളജ് സൊസൈറ്റി, എക്സ്പാൻഷൻ ഓഫ് മിഡിൽ ക്ലാസ് പോപ്പുലേഷൻ. ഓക്കെ, ലിബറലൈസേഷന് ശേഷം ഈ ഒരു മധ്യവർഗം ശക്തിപ്പെടുത്താൻ നമ്മൾ കാണാൻ പറ്റും. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച അതിഭീകരമായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. അതോടെ തന്നെ ഒരു നോളജ് സൊസൈറ്റി, ഒരു വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ നിർമ്മാണം തന്നെ അതിൻ്റെ ഫാസ്റ്റ്, അതിൻ്റെ വേഗതയും അങ്ങേറ്റം സ്പീഡിയായിരുന്നു. പിന്നെ എക്സ്പാൻഷൻ ഓഫ് മിഡിൽ ക്ലാസ് പോപ്പുലേഷനിലെ ഒരു മധ്യവർഗ ഒരു 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 പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ക്ലാസ് സ്ട്രക്ചറാണ് ഇൻഡസ്ട്രിയൽ ക്ലാസ് സ്ട്രക്ചറുള്ള. ഇൻഡസ്ട്രിയൽ ക്ലാസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു വ്യാവസായിക വർഗം എന്ന് പറയുന്നത്, അറിയാലോ, അത് വളരെ കുറഞ്ഞൊരു വിഭാഗമായിരിക്കും. നമ്മൾ ഈ മധ്യവർഗത്തിൻ്റെ ഒക്കെ മുകളിൽ വരുന്നൊരു ടീമാണത്.
ഇൻഡസ്ട്രിയൽ ബൂർഷാസി ഡെവലപ്ഡ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് അല്ലെ. ഈ ഒരു വ്യാവസായിക ബൂർഷ എന്ന് പറയുന്ന കാൾ മാർക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞ വ്യാവസായിക ബൂർഷ സംവിധാനം ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നതും ഏത് കാലഘട്ടത്തിൽ തന്നെയാണ്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെയാണ്. വലിയ ബിസിനസ് ഫാമിലികൾ ടാറ്റ പോലെയുള്ള, ബിർള പോലെയുള്ള, ഗോദ്രേജ് പോലെയുള്ള, അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല വ്യവസായ കുടുംബങ്ങളും ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ശക്തിപ്പെടുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ഇനീഷ്യലി കോൺസെൻട്രേറ്റ് ഇൻ ഫ്യൂ കമ്പനി. അറിയാലോ, ഈ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ചുരുങ്ങിയ ആളുകളുടെ കൈകളിലേക്ക് അത് അന്നത്തെ കാലത്ത് അത് ഒതുങ്ങിയിരുന്നു. ഇന്നും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവണത എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ലാർജ് സ്കെയിലും സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലേ. രണ്ട് രീതിയിലുള്ള വ്യവസായങ്ങളാണ് അന്ന് ഉണ്ടാവുക. ഒന്ന് ചെറുകിട വ്യവസായങ്ങളും മറ്റത് വൻകിട വ്യവസായങ്ങളും അല്ലേ. പിന്നെ ഈ ലിബറലൈസേഷൻ്റെ ഒക്കെ കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഗ്രോത്ത് ഓഫ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലെ പുതിയ ഒരു രീതി എന്താ വെച്ചാൽ ചെറിയ ചെറിയ വ്യവസായ സ്ഥാപനങ്ങൾ അതിഭീകരമായിട്ട് എന്ത് ചെയ്യുന്നത് വളർന്നു വരുന്നുണ്ട്. പിന്നെ ഗ്രോത്ത് ഓഫ് റീജിയണൽ ഇൻഡസ്ട്രിയൽ ക്ലാസ്സിലെ പ്രാദേശികമായിട്ടുള്ള വ്യവസായ സമൂഹം ഒക്കെ എന്ത് ചെയ്യുന്നു? വളർന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഓക്കെ.